എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റൂബി നമ്മുടെ വീട്ടിലേക്ക് വരാനിടയായ ആള് നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ആള് വന്ന ദിവസത്തെ ഒരു വീഡിയോ ആണ്. പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് റൂബിയുടെയും എല്ലായിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ചേട്ടൻ വന്ന ദിവസം തന്നെ റൂബിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പുതിയൊരാളെ കാണുമ്പോഴത്തേക്കും ഭയങ്കര കുരയും വിഷമവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ആള് വന്നതിൻ്റെ ദിവസത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ വീടെല്ലാം ഒതുക്കി വൃത്തിയാക്കി എടുക്കുവാണ് ഞാൻ. അപ്പോൾ ഏകദേശം ഒരു 4:30 മണി സമയമാണ് കേട്ടോ ഇത്. ഇതാണെങ്കിൽ റൂബി ഉറങ്ങാത്തത് കൊണ്ട് ഭയങ്കര കുരയുമായിരുന്നു. അങ്ങനെ അവളങ്ങനെ വലിയ രീതിയിൽ കുരയും കാര്യങ്ങളൊന്നും ഇല്ല, കരച്ചിലൊന്നും ഇല്ല. പക്ഷേ ഇന്നത്തെ ദിവസം നല്ല കരച്ചിലും കുരയും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം വേറൊരാൾ വീട്ടിലേക്ക് വരുന്നതൊന്നും നമുക്ക് ഇഷ്ടമൊന്നും അല്ല. അതായിരിക്കാം ചിലപ്പോൾ കരഞ്ഞതൊക്കെ. രാത്രിയിൽ നല്ല കരച്ചിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഉറക്കമില്ലാതെ വന്നപ്പോഴത്തേക്കും ഞാൻ രാവിലെ തന്നെ 4:30 ആയപ്പോൾ തന്നെ എഴുന്നേറ്റു. അവളെ ഞാൻ ഹാളിൽ കളിക്കാൻ വിട്ടു കേട്ടോ. ഞാൻ ഈ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൾ എൻ്റെ കൂടെ ഇങ്ങനെ എല്ലായിടത്തും നടക്കും. അപ്പോൾ ചേട്ടൻ ഇതുവരെ ഉണർന്ന് വരാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ഇപ്പോൾ ഒരു സന്തോഷമുണ്ട്. വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പ്രയാസമായിരിക്കും. ഒരു 2-3-4 ദിവസം എന്തായാലും അവൾ പേടിയുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ റൂബീനെ പൊക്കിയെടുത്ത ആളവിടെ ഇരുന്നപ്പോഴത്തേക്കും വിറച്ചാണ് ആളിരിക്കുന്നത് കേട്ടോ. ഭയങ്കര പേടിയാണ്, നല്ല പേടിയുള്ള ആളാണ് നമ്മുടെ റൂബിക്ക് ഇത് ഇപ്പോൾ നോക്കുന്നുണ്ടോ. അപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒക്കെ എൻ്റെ കയ്യിലോട്ടൊന്ന് ചാടിയാൽ മതി എന്നുള്ളതായിരുന്നു. അപ്പോൾ ദേവയും റൂബിയുമായിട്ട് ഭയങ്കര ശത്രുതയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിക്കലാണ്. അതുകൊണ്ട് തന്നെ ദേവ ഇപ്പം നല്ല ഉറക്കത്തിലാണ്. ഈ സമയത്താണ് നമ്മൾ റൂബി രാവിലെ ആയതേ ഉള്ളൂ. 4:30 സമയം തൊട്ട് റൂബി എൻ്റെ കൂടെ തന്നെ ഉണ്ട്. കാരണം ഞാൻ ഒതുക്കലും പിറക്കലും തൂത്തുവാരലും അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. അവൾക്ക് എന്നോട് മാത്രമാണ് ഇച്ചിരി ഇഷ്ടമുള്ളത്. ബാക്കിയുള്ളവർ ആരോടും അവൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ദേവക്കുട്ടിയോട് ഒരു ഇഷ്ടമില്ല. കാരണം ഞാൻ ദേവനെ എടുക്കുന്നതൊന്നും ആൾക്ക് ഇഷ്ടമല്ല. ഇച്ചിരി കുശുമ്പിയാണ് ആൾ കേട്ടോ. അപ്പോൾ ചേട്ടൻ റൂബിനെ എടുക്കുമ്പോഴത്തേക്കും തലോടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു മാറ്റമുണ്ട്. അല്ലാത്ത പക്ഷം ആൾക്ക് ഭയങ്കര പേടിയാണ്. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയാലും ഇങ്ങനെ നോക്കും, എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ളൊരു ഭാവമാണ് ആൾക്ക്. അങ്ങനെ തലോടി കുറച്ചൊക്കെ ഒന്ന് മയക്കി എടുത്തിട്ടുണ്ട്. ഒരു 3-4 ദിവസം എടുത്ത് എന്തായാലും ഇവളുമായിട്ടൊന്ന് ഇണങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇവൾക്ക് ആരെങ്കിലും കാണുമ്പോൾ ഭയങ്കര ഇഷ്ടക്കുറവുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് എന്തായാലും കുറച്ച് ദിവസം എടുക്കും. അങ്ങനെ ചേട്ടൻ ഇവൾക്ക് തലയിൽ ഇങ്ങനെ തടയി കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൾ നിന്നു കൊടുക്കും. അപ്പം ഈ ഹാളിൽ ഇങ്ങനെ നടക്കാനായിട്ട് അവൾക്ക് ഇച്ചിരി ഒരു പ്രയാസമുണ്ട്. കാരണം പുതിയൊരാൾ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് പേടിയായതുകൊണ്ട് ഹാളിൽ നിൽക്കാതെ മുറിയിലാണ് ഇപ്പോൾ ഓടിക്കളിയെല്ലാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഹാളിൽ വന്നൊക്കെ നോക്കും, പുറകെ വന്ന് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഓടി അകത്തോട്ട് പോകും. അതിപ്പോൾ എല്ലാ പപ്പികളും അങ്ങനെ ആയിരിക്കുമല്ലേ, എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ പപ്പിനെയൊക്കെ വീടിനുള്ളിലൊക്കെ വളർത്തുന്നത്. അപ്പോൾ അതറിയത്തില്ല. ഇവള് കൊച്ചു പിള്ളേരെക്കാട്ടിലും കഷ്ടമാണ് കേട്ടോ. രാത്രിയിലെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ നന്നായിട്ട് പേടിച്ചു. കാരണം നമുക്ക് വിഷമമൊക്കെ വരും കേട്ടോ ഇവളുടെ കരച്ചിൽ കാണുമ്പോഴത്തേക്കും. ഒത്തിരി രാത്രി കരഞ്ഞപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ അവളുടെ കരച്ചിലൊക്കെ നിന്നത്. അപ്പോൾ ചേട്ടനാണെങ്കിൽ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവൾക്ക് പേടിയാണ്. ആ ശബ്ദമൊക്കെ കേൾക്കാനും പിന്നെ ഇടയ്ക്കൊക്കെ പോയി നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. ഞാൻ എപ്പോൾ അടുക്കളയിൽ കയറുന്നു അപ്പോൾ എല്ലാം എൻ്റെ പുറകെ വരും. അവൾക്ക് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ നമ്മുടെ പുറകെ എപ്പോഴും നടക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ പപ്പി റൂബിയും കേട്ടോ. അപ്പോൾ ചേട്ടൻ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന് എങ്ങനെയെങ്കിലും പോകാനായിട്ട് ഇരിക്കും ആള്. അതാകുമ്പോഴത്തേക്കും ഫ്രീ ആയിട്ട് ഈ ഹാള് മുഴുവൻ അങ്ങ് ഓടി കളിക്കാമല്ലോ. അല്ലെങ്കിൽ അവൾ ആ മുറിയിൽ പോയി പാത്തിരിക്കും കേട്ടോ. എവിടെയെങ്കിലും കട്ടിലിൻ്റെ അടിയിലോ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി പാത്തിരിക്കും ചേട്ടൻ പോകുന്നവരെയും. അങ്ങനെ എടുത്തുകൊണ്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ അവൾ ഓടി പാത്തിരിക്കുകയും ചെയ്യും. അങ്ങനെ ചേട്ടൻ പോകാൻ സമയം ആയപ്പോഴത്തേക്കും അവൾ ഇറങ്ങി വന്നിട്ടുണ്ടേ. റൂബി നല്ല കുസൃതി കുട്ടിയാണെന്ന് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അവൾ നല്ല കുസൃതിയാണ് കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല പോലെ കുസൃതി ഉണ്ട്. മാന്തുകയും കടിക്കുകയൊക്കെ ചെയ്യും. അത് കുഞ്ഞു പപ്പി ആയതുകൊണ്ടായിരിക്കും. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇവരും കേട്ടോ. നമ്മൾ കടിക്കുകയും മാന്തുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ആ സമയത്ത് കുറച്ച് നേരത്തേക്ക് നമ്മൾ വീട്ടിൽ അവളെ ഇട്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഓണമല്ലേ, ഓണത്തിനപ്പം അമ്മ നല്ല അച്ചാറുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കും സമയമായിരുന്നേ. ആ സമയത്താണ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നത്. അപ്പം അങ്ങനെ ഓടി വന്നതാണ്. പക്ഷെ റൂബി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു മനസ്സമാധാനം ഒന്നും ഇല്ലായിരുന്നു. ചെന്ന് റൂബിയെ കാണുന്നവരെയും നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, റൂബി വന്നതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനവും കാണത്തില്ല കേട്ടോ.
അപ്പം തിരിച്ച് ചെല്ലുന്ന വരെയും. അപ്പോൾ ഇന്നാണെങ്കിൽ അച്ഛനാണെങ്കിൽ കുറച്ച് വരാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് നമുക്ക് കപ്പ കുഴച്ചതും വരാലും ഒക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുവരെ ഞാൻ വരാലൊന്നും കഴിച്ചിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ്. ഇത് നിറച്ച് മുള്ളുള്ള വരാലാണ്. അപ്പോൾ ഇത് കറി വെച്ചൊക്കെ നമുക്ക് റെഡിയാക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ഛനെ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അച്ഛനാണ് ഇന്ന് നമുക്ക് വരാൽ മേടിച്ചുകൊണ്ട് വന്നത്. പിന്നെ അച്ഛൻ കുറേ പരിപ്പൊടിയും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എപ്പോൾ ചേട്ടൻ വന്നാലും ഇങ്ങനെയുള്ള കുറച്ച് സാധനമൊക്കെ അച്ഛൻ മേടിച്ചുകൊണ്ട്, പൊരി സാധനങ്ങളൊക്കെ അച്ഛൻ മേടിച്ചുകൊണ്ട് വരും കേട്ടോ. അമ്മയാണെങ്കിൽ വരാലാണെങ്കിൽ നന്നായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ പഞ്ഞി പോലത്തെ ഒരു മീനാണ്. ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റൊക്കെയാണ്. പക്ഷെ മുള്ളു നോക്കി തിന്നില്ലെങ്കിൽ തൊണ്ടയിലെല്ലാം കുരുങ്ങി ഒരു വിധമാകും. അപ്പോൾ ഇത് അമ്മ കറി വെക്കാൻ പോവാണ്. നല്ല മുളക് കറിയാണ് വെക്കാൻ പോകുന്നത്. മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് അതിനകത്ത് ഒരു കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ വിറകടുപ്പിലാണ് അമ്മ എപ്പോഴും വിറകടുപ്പിൽ ഇങ്ങനെ കറിയൊക്കെ വെക്കത്തുള്ളൂ. അപ്പോൾ വിറകടുപ്പിലാണ് കറി വെക്കുന്നത്. പിന്നെ അമ്മ കപ്പയൊക്കെ കുഴച്ചെടുക്കുന്നുണ്ട്. ഞങ്ങൾ ഓടിപ്പോയി കപ്പയൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പം അങ്ങനെ കപ്പയൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ട് റെഡിയാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ കപ്പ പുഴുങ്ങുന്നതിലും നല്ലത് കുഴയ്ക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മനെ കൊണ്ട് കുഴപ്പിക്കുക കേട്ടോ. അമ്മയാണെങ്കിൽ കുഴച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുഴച്ചിട്ട് നമുക്കിനി കപ്പയും നല്ല വരാൽ കറിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചതാണ് അവിടെ ഇരുന്ന് തന്നെ. പക്ഷെ ഞങ്ങൾ പാഴ്സലാക്കി വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. കാരണം റൂബിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ. അതുകൊണ്ട് നമുക്ക് അധിക നേരം ഒന്നും ഇവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ട്. ഇന്ന് റൂബിനെയും കൊണ്ട് ഈ വീട്ടിലേക്ക് വരണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു പേടിയുണ്ട്. ഇനി അവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാഗും കൂടെ മേടിച്ചിട്ട് വേണം നമുക്ക് ഇവിടോട്ടൊക്കെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അച്ഛനും മോളും കൂടെ ഐസ്ക്രീം തീറ്റിയായിരുന്നു കേട്ടോ. അച്ഛൻ വന്നതിൻ്റെ സന്തോഷത്തിൽ അച്ഛൻ ഐസ്ക്രീം ഒക്കെ ദേവിക്ക് മേടിച്ചുകൊണ്ട് കൊടുത്തു. അപ്പോഴത്തേക്കും അമ്മയുടെ കപ്പക്കുഴയും വരാൽ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പുളിയും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അനത്തി കറി വെച്ചൊരു കറിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കപ്പക്കുഴയ്ക്കും നമ്മുടെ മീൻ കറിക്കും. അപ്പം അമ്മയാണെങ്കിൽ ഇലയ്ക്കകത്തിട്ട് നമുക്ക് തന്നു വിടുവാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. കുറച്ച് ചൂരയൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ തന്നു വിട്ടത്. അതുകൊണ്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ആളുതേ ഇരിക്കുന്ന മീനിൻ്റെ മണം അടിച്ചത് കൊണ്ടായിരിക്കും ആൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഈ മണം? പുതിയൊരു മണമല്ലേ. അവളങ്ങനെ ഈ മണമൊന്നും മണത്തിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ആദ്യമായിട്ട് മണക്കുന്നതുകൊണ്ടായിരിക്കും ആൾക്ക് പുതിയൊരു മണത്തിൻ്റെ ആ പരിങ്ങലും നടപ്പലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അമ്മയുടെ കപ്പക്കുഴയും നല്ല വരാൽ കറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ മീനെ. നമ്മൾ ആദ്യമായിട്ട് കഴിക്കുമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കറിക്ക്. അപ്പോൾ കറിയും എല്ലാം കൂട്ടി നമ്മൾ കഴിച്ചു. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതാണെങ്കിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റിയെടുക്കുവാണ്. അപ്പോൾ ഇത് നമ്മുടെ മൾബറി ആയിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ മാറ്റി പുറകുവശത്തോട്ടും വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഓരോന്നൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ റൂബിയെ കുളിപ്പിക്കാൻ എടുത്തൊരു വീഡിയോ ആണ്. നമ്മുടെ റൂബിക്കാണെങ്കിൽ കുളിപ്പിക്കൽ എപ്പോഴും അങ്ങനെ കുളിപ്പിക്കത്തൊന്നുമില്ല കേട്ടോ. ഒരു വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കുളിപ്പിക്കത്തുള്ളൂ. കാരണം ഇതിൻ്റെ പൂടയും കാര്യങ്ങളൊക്കെ പോകത്തില്ലേ, അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴും ഒക്കെ കുളിപ്പിക്കത്തുള്ളൂ. ഷാമ്പൂ തേച്ച് കുറച്ച് നേരം ഇങ്ങനെ നിർത്തിയിട്ടാണ് നമ്മൾ കുളിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെയാണ് കുളിപ്പിക്കേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് വലിയ പിടിയൊന്നും ഇല്ല. എന്നാലും അറിയാവുന്ന രീതിയിലൊക്കെ കുളിപ്പിക്കുവാണ് കേട്ടോ. പിന്നെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഞങ്ങളാണെങ്കിൽ ഷാമ്പൂ തേച്ച് കുറച്ച് നേരം നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം കുളിപ്പിക്കാൻ. പിന്നെ ചെവിയിലൊക്കെ നല്ല അഴുക്കുണ്ടോ എന്നൊക്കെ നോക്കുവാണ് ചേട്ടൻ. അപ്പം വലിയ പരിചയമൊന്നും ഇല്ല കേട്ടോ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ കുളിപ്പിച്ചെടുക്കുവാണ് ആളെ. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം കുളിപ്പിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അതിന് ശേഷം പിന്നെ നമ്മളിപ്പോഴാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ ഇവളെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കാൻ നേരത്താണ് നമ്മുടെ ഓണസമയമല്ലേ ഇപ്പം. അപ്പം ഓണ സമയം ആയതുകൊണ്ട് തന്നെ പിള്ളേർ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പണ്ടത്തെ ആ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, കടുവയും പുലിയുടെയും ആ ഒരു തുള്ളലും മേളവും ഒക്കെ ആയിട്ട് കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നപ്പോഴത്തേക്കും റൂബി ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അവളെ കുളിപ്പിച്ചൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ നല്ല പോലെ വിറയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം കുളി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര വിറവലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവൾ അവിടെ ഒക്കെ നിന്നു. പിന്നെ അവൾക്കൊരു വലിയ കട്ടി തുണിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അവൾ അവിടെ മാറി അങ്ങ് കിടന്ന് കുറച്ച് നേരം കൂടെ ഉറങ്ങി. കുളി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഉറക്കമായിരുന്നു ആൾക്ക് കേട്ടോ. അങ്ങനെ ഇവളുടെ മെഡിസിനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് ഇവൾ കുറച്ച് നേരം മറിയങ്ങ് കിടന്നു. നമുക്ക് പണ്ടൊരു ലാബ് ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ നോക്കിയതും ചേട്ടനായിരുന്നു കേട്ടോ. അവൻ അവളെ ആണെങ്കിൽ ചേട്ടൻ കുളിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചേട്ടന് നല്ല പരിചയമാണ്. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി എടുക്കുവാണ്. ഇവളുടെ കണ്ണിൽ നിന്നൊക്കെ കൺപീളയൊക്കെ നല്ല രീതിയിൽ വരും.
അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഫുഡ് കഴിക്കാൻ പാത്രമുണ്ട്, പിന്നെ വെള്ളം കുടിക്കാൻ പാത്രമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മേടിക്കണം. പിന്നെ അവൾക്ക് കുറച്ച് വൈറ്റമിൻസ് മേടിക്കണമായിരുന്നു. പിന്നെ അവളുടെ ദേഹത്ത് ഇട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് എടുത്ത് വെച്ച് കാണിക്കാമെന്നും കൂടെ ഒന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് അവളുടെ ഫുഡ് കേട്ടോ. അവളുടെ ഫുഡും മേടിച്ചിട്ടുണ്ടായിരുന്നു, തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുതിയ ഫുഡും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെയിൽ കട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ നല്ല നഖമുണ്ട്. നഖം കൊണ്ട് നമ്മുടെ ദേഹത്തെല്ലാം പാട് വീഴും. അപ്പോൾ പാട് വീഴുന്നതുകൊണ്ട് തന്നെ അവളുടെ നഖം വെട്ടണം. അതിന് വേണ്ടിയിട്ട് നെയിൽ കട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഇടയ്ക്ക് വയറുവേദനയോ കാര്യങ്ങളോ വല്ലതൊക്കെ വരുവാണെങ്കിലും അതിനുള്ള ചെറിയ മെഡിസിനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവളാണെങ്കിൽ നഖം വെട്ടിത്തരാനൊന്നും ഇരിക്കത്തൊന്നും ഇല്ല കേട്ടോ. കുറേ കഷ്ടപ്പെട്ടൊന്നും നഖം വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ടും മൊത്തത്തിലൊന്നും വെട്ടിയെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.